ഇത് ഓഫർ പ്രൈസിന് കൊടുക്കല. ഇവിടെ നിങ്ങൾ വന്നതിന് ശേഷം എല്ലാം ഓഫർ പ്രൈസ് ആക്കിയേക്കാണ്. എല്ലാം ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. എല്ലാം കുറച്ചിട്ട് വീഡിയോ ആണ് നമ്മളത് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിന്റെ രീതിയിൽ നമ്മളെല്ലാം ഓഫർ പ്രൈസിലാണ്. ഓക്കെ, KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്റെ ചാനലിൽ ഇതുവരെ കാണിക്കാത്ത ഒരു അടിപൊളി ഷോറൂം, നല്ല തീപാറുന്ന കാറുകളാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. എല്ലാത്തരം വാഹനങ്ങളുണ്ട് കേട്ടോ. എന്റെ ചാനലിൽ മാത്രമല്ല, ഏതൊരു ചാനലിലും ഇവര് ഒരു മഖ്ലൂഖിന്റെ ചാനലിലും വീഡിയോ ചെയ്തിട്ടില്ല. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ് റിയാസ് ഭായ്. റിയാസ് ഭായ് എന്തൊക്കെയുണ്ട്? റിയാസ് ഭായിന്റെ യാർഡിന്റെ പേര് RM മോട്ടോഴ്സ് എന്നാണ് കേട്ടോ വരുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? മാക്സിമം എത്ര വണ്ടികളുണ്ട്? ഇപ്പൊ 50ഓളം വണ്ടികളുണ്ട്. 40 വണ്ടി നമുക്ക് ഇപ്പൊ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. വർക്ക് കാര്യങ്ങളൊക്കെ ചാകരയാണ്. എത്ര രൂപ മുതലാണ്? 68,000 മുതൽ 28 അങ്ങനെ ഏറ്റവും എല്ലാം ഉണ്ടല്ലേ. പിന്നെ എൻഡോവർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇന്നോവ ഉണ്ട്, ക്രിസ്റ്റ ഉണ്ട്. പിന്നെ ചെറുവണ്ടികൾ ഒരുപാട് ചെറിയ പൈസ, ചെറിയ ബഡ്ജറ്റ് വാഹനങ്ങൾ നല്ലതാണ്. അത് ചെറിയ ബഡ്ജറ്റിൽ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ആകണ്ട കേട്ടോ. ഈ ഒരു ഒറ്റ വീഡിയോയില് 40 വണ്ടികളാണ് നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പാക്കി പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. പിന്നെ ലൊക്കേഷൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണ്ടേ? വണ്ടൂര് നടുവത്ത് RM മോട്ടോഴ്സ്, അതായത് വണ്ടൂരിന് നിലമ്പൂർ റോഡില് നടുവത്ത് കഴിഞ്ഞേക്ക് വരും. നടുവത്ത് കഴിഞ്ഞിട്ടുള്ള ഈ അങ്ങാടിന്റെ പേരെന്ത്? മൂച്ചിക്കൽ. ഓക്കെ, മൂച്ചിക്കലാണ് പ്ലേസ് വരുന്നത്. നയാറ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്ത്. അതായത് വണ്ടൂരിന് നിലമ്പൂർ റോഡിൽ വരികയാണെങ്കിൽ ഏകദേശം 2-3 കിലോമീറ്റർ ഉണ്ടാവും അല്ലെ? 2 കിലോമീറ്റർ 3 കിലോമീറ്റർ. ഓക്കെ, അപ്പോ ഇവിടുത്തെ ഈ വാഹനങ്ങൾ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ലൊക്കേഷന് കാര്യങ്ങളൊക്കെ അയച്ചു തരും കേട്ടോ. അപ്പൊ നമുക്ക് ഓരോ വണ്ടിയായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോവാം. ഓക്കെ, റിയാസ് ഭായ്, നമുക്ക് ആദ്യമായിട്ട് ഏതാ കാണിച്ചു കൊടുക്കുന്നത്? നമുക്ക് നല്ലൊരു ഇന്നോവ കാണിച്ചു കൊടുക്കട്ടെ. ഓഫർ പ്രൈസിന് കൊടുക്കല ഒരു കിടിലൻ ഇന്നോവ G4 അല്ല, B അല്ല, 2015 B 2,25,000 കിലോമീറ്റർ റൺ ചെയ്ത വാഹനം. ഓക്കെ, ഇത് നമ്പർ റീപ്ലേസ്മെന്റോ നിലവിലില്ല. നമ്പർ മാറിയ വണ്ടിയാ? നമ്പർ മാറിയ വാഹനമാണ്. ഓക്കെ, റീപ്ലേസ് ഇടി കുത്ത് ഒന്നുമില്ല. ചെറിയ രീതിയിൽ ടച്ചപ്പ് ചെയ്യാനുണ്ട്. പിന്നെ മെയിൻ ഗ്ലാസിന് ചെറിയ ക്രാക്ക് ഉണ്ട്. നമ്മൾ മെയിൻ ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടില്ല. അത് ഒറിജിനൽ ഗ്ലാസ് ആണ്. അത് ക്രാക്ക് ഉള്ളതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ? അതെ. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളൊന്നുമില്ല. മെക്കാനിക് ഒക്കെ എന്തുപാട്? എല്ലാം ഫിറ്റ് ആണ്. എല്ലാം ഫിറ്റ്. എല്ലാം ഒന്നിനൊന്ന് മെച്ചല്ലേ? ഒക്കെ മെച്ചം. കണ്ണി ചിമ്മിട്ട് എടുക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാ. എത്ര ഇത് ആസ്ക് നിങ്ങള്? നമ്മളിതൊരു 7,90,000 ഓഫർ പ്രൈസ്. ഓഫർ പ്രൈസിന് കൊടുക്കാം. ഇന്റർകൂളർ വാഹനമാണ്. ഇന്റർകൂളർ വാഹനമാണ്. 2015 V സെക്കൻഡ് ഓണർഷിപ്പ്, തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം. ഓക്കെ, ഇന്റർകൂളർ ആണ്. ഇന്റർകൂളർ ഒരു ടെൻഷൻ വേണ്ട. ലോണൊക്കെ മാക്സിമം എത്ര? നമുക്ക് 8 ലക്ഷം രൂപ ഐഡിയ ഉണ്ട് ഈ വണ്ടിക്ക്. ഈ വാഹനത്തിന് ഫുള്ള് ലോൺ കൊടുക്കാം. റിയാസ് ഭായ്, ഇത് ഇവിടെ നമുക്ക് ഒരു ക്രിസ്റ്റ കാണിച്ചു കൊടുക്കല്ല? ക്രിസ്റ്റ 2017 2.8 G+ ഓട്ടോമാറ്റിക് വണ്ടി, മാനുവൽ അല്ല. ഓക്കെ, എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 1,35,000 കിലോമീറ്റർ. ഓട്ടോ കുറവുണ്ടല്ലേ? അതെ. ഓക്കെ, വേറെ അവൈലബിൾ ആണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉള്ളൂ അല്ലേ? വേറെ വണ്ടിയുമ്പോ പ്രശ്നങ്ങൾ, വേറെ അപാകത കാര്യങ്ങളൊന്നും നിലവിൽ. ഇതിപ്പോ നിങ്ങൾ നമ്പർ ആക്കിട്ട് കൊടുക്കുള്ളൂ അല്ലേ? നമ്പർ നമ്മൾ NOC കൊടുക്കാം. NOC KL10ലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. KL10ലേക്ക് NOC ആയിട്ടുണ്ട്. അപ്പോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. നമ്പർ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ നമ്പർ ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അല്ലേ? എത്ര നിങ്ങൾ ഉദ്ദേശിക്കുന്ന റേറ്റ്? ഇത് നമ്മൾ 12,15,000 രൂപ. നമ്പർ ആക്കിയിട്ടാണ്? നമ്പർ ആക്കാതെ. നമ്പർ ആക്കിയിട്ടാണെങ്കിൽ അതിന് അഡീഷണൽ ചാർജ് വരും. ഓക്കെ, അപ്പൊ ആവശ്യക്കാർക്ക് വിളിക്കാം. ജനപ്രിയ വണ്ടി, നല്ല കറുകറുത്തരി കരിമ്പുലി, അതും സ്വിഫ്റ്റ് കാറാണ്, ഡീസലാണ്, എക്സ്ട്രാ അലോയ്സ് ഒക്കെ കയറ്റിയിട്ടുണ്ട്. എത്ര മോഡലായിരുന്നു ബ്രോ? ഇത് 2012 മോഡലാണ്. 93,000 കിലോമീറ്റർ റൺ ചെയ്തിരിക്കുന്നത്. 93,000 കിലോമീറ്റർ. ഓട്ടം കുറവുണ്ട്. ഓക്കെ, 2012 വണ്ടി ഒന്നിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഓട്ടം വലിയതല്ല. ഇല്ല. പിന്നെ വണ്ടി വേറെ റീപെയിന്റ്. നമുക്കിത് വൈറ്റ് വാഹനമായിരുന്നു. നമ്മള് ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്താണ്. അഡീഷണൽ അലേവിയിൽ അണ്ടർകോട്ട് പെയിന്റിങ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്രോണോ കാര്യങ്ങളോ ഒന്നും വർക്കൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം സീറ്റ് കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഒക്കെ ക്ലിയർ ആണ്. ഓക്കെ, ഇത് ചെക്ക് ചെയ്യുന്ന ആൾക്ക് എവിടെ വേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഈ കളറ് വെറുതെ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ ബ്ലാക്കിന്റെ ഒരു മോഡൽ ആക്കിയെന്നല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഷേപ്പ് ബമ്പർ ആക്കിയിട്ടുണ്ട്. ന്യൂ ഷേപ്പ് ആണ് ബമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അല്ല, ഇത് ടൈപ്പ് 2 വന്നിട്ടുള്ള വണ്ടി തന്നെയല്ല? 12 അഡീഷണൽ ആണ് നമ്മൾ ബമ്പർ കാര്യങ്ങളൊക്കെ. അഡീഷണൽ ബമ്പർ. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല.
എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് ലാസ്റ്റ് 2,80,000 റുപ്യക്ക് നമുക്ക് ഇത് കൊടുക്കാം. ലോണൊക്കെ എത്ര കിട്ടും? 2 ലക്ഷം രൂപ ലോൺ അവൈലബിൾ. ലോണും കിട്ടും അല്ലെ? ആവശ്യക്കാർ വിളിച്ചു. ഇവിടെ നല്ല കുതിരത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു റിഡ്ജ് കാറാണ്, ജനപ്രിയ വണ്ടിയാണ്. ഡീസൽ അല്ല ബ്രോ? അതെ, ഡീസൽ. എങ്ങനെയാണ് ബ്രോ ഇത്? ഇത് 2012-13 രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ്. 13 രജിസ്റ്റേർഡ്, ന്യൂ ഷേപ്പിൽ ABS, സെൻട്രൽ ലോക്ക്, വീഡിയോ എല്ലാ ഓപ്ഷൻ വീഡിയോയിലാണ് വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്. ഓട്ടോക്ക് എത്ര ഉണ്ടാവും? 1,38,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിരിക്കുന്നത്. 3rd ഓണർഷിപ്പിലുള്ള വാഹനമാണ്. റീപ്ലേസ് ഒന്നുമില്ല. ഒരു ഭാഗങ്ങളും ഇല്ല. പക്ക കണ്ടീഷനിലാണ്. നല്ല മിയ വണ്ടിയാണ്. കാര്യങ്ങൾ അത്യാവശ്യം കമ്പനി കളർ അല്ലേ ബ്രോ? അതെ. ഓക്കെ, വേറെ തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് പറയുന്നത്. ബ്രോ ഇത് നമുക്ക് എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ലാസ്റ്റ് 2,80,000 രൂപക്ക് നമുക്ക് കൊടുക്കാം. 2,85,000 കൊടുക്കാം. അതും മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുമോ? ഇൻഷാല്ലാ ഒരു 2.25 നമുക്ക് ലോൺ അവൈലബിൾ ആണ്. 2.25 ലോൺ കിട്ടും. ഒരു ഇന്നോവ കാർ കാണിച്ചു കൊടുക്കല്ലേ ബ്രോ? അതെ. എങ്ങനെയായിരുന്നു കാര്യങ്ങള്? ഇത് നമ്മള് കേരള വാഹനമാണ്. ഒറിജിനൽ കേരള 2010, 29 വരെ പേപ്പറുള്ള വാഹനമാണ്. 29 വരെ പേപ്പർ. ഒറിജിനൽ കേരള ഇന്നോവയാണ്. G4 ആണ്. G4 ആണ് ഓപ്ഷൻ വരുന്നത് അല്ലെ? 2,10,000 കിലോമീറ്റർ ആകെ റൺ ചെയ്തിട്ടുണ്ട്. വണ്ടി എന്ത് പാട്? വണ്ടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. അണ്ടർകോട്ട് പെയിന്റിങ് കാര്യങ്ങളൊക്കെ നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട്. നല്ല മിയ വണ്ടി എടുക്കാം. കാര്യങ്ങളെല്ലാം ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല ബക്കറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഷീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അലോയ്സ് ചെയ്തിട്ടുണ്ടോ? അലോയ്സ് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാം ഉള്ളു പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. ബ്രോ എത്ര ഇത് ആസ്ക് ചെയ്യണേ? ഇത് നമുക്ക് ഓഫർ ആയിട്ട് നമുക്ക് 4,60,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 4,60,000 കൊടുക്കാം. 2010 പുതിയ പേപ്പർ എടുത്ത വാഹനം. അതും കേരള വണ്ടി. ഒറിജിനൽ കേരള വാഹനം. എൻഡോവർ അല്ല? ഫോർഡ് എൻഡോവർ 2017 ടാപ്റ്ററിന്റെ നമ്മൾ കിറ്റ് അഡീഷണൽ ചെയ്താണ്. ഏറ്റവും ഫുൾ ലോഡ് കിറ്റാണ് നമ്മൾ അഡീഷണൽ ചെയ്തിരിക്കുന്നത്. 20 ഇഞ്ച് അലേവിയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാ വരുന്നത് 18 ഇഞ്ച് അലേവിയിലായിരിക്കും. ഹെഡ്ലൈറ്റ്, ഫോഗ് ലാമ്പ്, ബ്രേക്ക് ലൈറ്റ്, സൈഡില് മഡ്ഗാർഡ്, ഫ്ലാപ്പ്, അത് മൊത്തം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമ്മള് മൊത്തം 6 ലക്ഷോളം നമ്മള് എക്സ്ട്രാ ഫിറ്റിംഗ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? അഡീഷണൽ LED, ഫോഗ് ലാമ്പ് കാര്യങ്ങള്, ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ വാഹനം. പിന്നെ റീപ്ലേസ് എന്ന് പറയാൻ മെയിൻ ക്ലാസ് അല്ലാതെ വേറെ നിലവിൽ റീപ്ലേസോ പ്രശ്നമില്ല. മേജർ ആക്സിഡന്റോ ഇന്റീരിയർ ഭാഗം കാണിച്ചു കൊടുക്കാം. ഇന്റീരിയർ ഭാഗത്ത് എങ്ങനെയാണ്? എല്ലാം വളരെ നീറ്റ്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് ഉണ്ടല്ലേ? അതെ, 4x4 ആണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സൺറൂഫ്, പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോമാറ്റിക് ആണ്. 4x4. അതെ, 4x4 ആണ് അല്ലേ? അതെ. വില ഇപ്പൊ പറയുന്ന അല്ല, വില നമുക്ക് പറയാം. ഒരു ആവശ്യക്കാർ വിളിക്കട്ടെ. വാഹനം റൺ ചെയ്തിരിക്കുന്നത് 1,05,000 കിലോമീറ്റർ ആണ് നമ്മളിപ്പോ റൺ ചെയ്തിരിക്കുന്നത്. ഇഞ്ചിൻ ഓയിൽ, ഫിൽറ്റർ കാര്യങ്ങൾ, അതിന്റെ ടൈം ചെയിൻ, സർവീസ്, ചെക്കപ്പ് ഫുള്ള് നമ്മള് വർക്ക് കഴിച്ച് വെച്ചേക്കണം. നമ്പർ ആക്കാൻ ഇയറിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ മാസം നമ്മൾ ടാക്സ് അടക്കും. അതിന്റെ എല്ലാ ഇതും കഴിഞ്ഞു. ടെസ്റ്റ് കഴിഞ്ഞ് നടക്കാണ്. നമ്പർ ആക്കി കൊടുക്കണ വാഹനമാണ്. നമ്പർ ആക്കിട്ട് കൊടുക്കുള്ളൂ. കേട്ടലിലേക്ക് നമ്പർ ആക്കിയിട്ടാണ് വാഹനം കൊടുക്കുന്നത്. അല്ല, ആവശ്യക്കാർ വില നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. ബഡ്ജറ്റിൽ കൊടുക്കാൻ നല്ല കിതുമത്തിന് വണ്ടിയല്ലേ? അതെ ബ്രോ. എങ്ങനെയായിരുന്നു ഇത് മോഡൽ കാര്യങ്ങളൊക്കെ? ബൊലേറോ പവർ പ്ലസ് ആണ്. 2016-17 രജിസ്ട്രേഷനുള്ള 3rd ഓണർഷിപ്പിലുള്ള വാഹനം. 90,000 കിലോമീറ്റർ ആണ് വാഹനം റൺ ചെയ്തിരിക്കുന്നത്. ഓട്ടം കുറവുണ്ട്. വാഹനത്തിന് മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും നിലവിലില്ല. തുരുമ്പുണ്ട്. അണ്ടർകോട്ട് പെയിന്റിങ്ങും കാര്യങ്ങളും A to Z തുരുമ്പോ കാര്യങ്ങളോ ഓൾക്ക് ചെക്ക് ചെയ്തെടുക്കാം. തുരുമ്പോ കാര്യം ഒന്നും വാഹനത്തിനില്ല. വർക്ക് നമ്മള് അണ്ടർകോട്ട് പെയിന്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു മൈനസ് ഇതുമേ പറയാൻ ഒരു വർക്കും. 4 ടയർ ഉണ്ട്. ഫ്രണ്ട് ഭാഗം നമുക്കൊരു 90% ഉണ്ട്. ബാക്ക് ഭാഗം നമുക്കൊരു 80% ടയർ ഭാഗം നിലവിൽ. കണ്ണും ചിമ്മിട്ട് ഒരു പാച്ച് വർക്ക് നിലവിലില്ല. അത്ര ഒരു വർക്കും നിലവിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. ഗ്യാരണ്ടി കൊടുക്കും. ഇത് നമ്മള് ഉദ്ദേശിക്കുന്ന പ്രൈസ് 5,70,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. ഡസ്റ്റർ 110 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഈ ചെറുതായിട്ട് ഓഫ് റോഡിലൊക്കെ പോകാൻ പറ്റിയൊരു വണ്ടി അല്ലേ? അതെ. 2017 RXZ ആണ് വാഹനം. 110 ആണ്. ഡയമണ്ട് കെട്ട് അലൈവില് എക്സ്ട്രാ ഫോഗ് ലാമ്പ് കാര്യങ്ങൾ, ഡയമണ്ട് കെട്ട് അലൈവില് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെയ്തിട്ടുണ്ടല്ലേ? ഓട്ടവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഓടിയിട്ടുള്ളൂ. 78,000 കിലോമീറ്റർ ആണ് വാഹനം റൺ ചെയ്തിരിക്കുന്നത്. 2nd ഓണർഷിപ്പ് വാഹനമാണ്.
മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട്. വേറെ പ്രശ്നങ്ങളോ മേജർ ആയിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ക്ലിയർ ആണ്. നല്ല നീറ്റ് വണ്ടിയല്ല, നീറ്റ് വണ്ടിയാണ്. വൃത്തിയുണ്ട്, ഉള്ളും പുറത്തൊക്കെ നോക്കണം, വൃത്തിയുണ്ട്. എത്ര ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് ഒരു 5,60,000 റുപ്യക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം. ഇവിടെ ഒരു കിണ്ണം പോലത്തെ വിറ്റാര ബ്രസ് കാണിച്ചു കൊടുക്കാം. അതെ, അതും ഡീസൽ വണ്ടി അല്ല? അതെ. എങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2018 തേർഡ് ഓണർഷിപ്പിലുള്ള വാഹനം. അല്ല, ഇത് 2 കളർ കമ്പനി കളറാ? അതെ, വീഡിയോ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ്. കമ്പനി വന്ന കളർ ഏറ്റവും ഫുൾ ലോഡിൽ കിടക്കും. ഏറ്റവും ഫുൾ ലോഡ് വീഡിയോയിൽ ഓപ്ഷനിൽ കിടക്കുന്നത്. അതെ അതെ അതെ. ഓട്ടം കാര്യങ്ങൾക്ക് 1,05,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. 4 ടയർ ഭാഗങ്ങള്, സ്റ്റെപ്പിനി കാര്യങ്ങളും എല്ലാം വണ്ടി ഫുൾ A to Z ക്ലിയർ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. കാര്യങ്ങൾ അവൈലബിൾ ആണ്. ഒരു ഡോറിന്റെ അവിടെ ചെറിയ റീപ്ലേസ് ഉണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സീറ്റ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ വളരെ നീറ്റാണ് വാഹനം. വേറെ മേജർ ആയിട്ട് വലിയ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വാഹനത്തിലില്ല. ഇത് നമുക്ക് എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഇപ്പൊ നിങ്ങൾ ഓഫർ പ്രൈസ് ആയിട്ട് നമുക്കൊരു 6.5 ലക്ഷം റുപ്യക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതും മാക്സിമം 90-99% ലോൺ തന്നെ ലോൺ ചെയ്യാം. 18 വണ്ടിയാണ്. 18 വണ്ടിയാണ്. അതും 1,05,000 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുള്ളൂ. ഓട്ടം വില കൂടുതലല്ല. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കി. നല്ല കറുകറുത്ത് ഹൂണ്ടായിന്റെ ക്രെറ്റയാണ്, ഡീസലാണ്. അതും ഫുള്ള് ലോണിൽ കൊടുക്കല്ല ബ്രോ? അതെ, 1 രൂപ. 2016-17 രജിസ്ട്രേഷൻ ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ്. ഒരേ ഒരു ഓണർ. സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ റെഡി അവൈലബിൾ ആണ്. ഈ വാഹനം നമുക്കൊരു വാഹനം റൺ ചെയ്തിരിക്കുന്നത് 1,12,000 കിലോമീറ്റർ ആണ്. റീപ്ലേസ് ഒന്നും ഉണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാത്രം. ഇത് 1.6 മൈലേജ് കൂടുതൽ കിട്ടും. മൈലേജ് 20 കിലോമീറ്റർ പക്ക മൈലേജ് കിട്ടും. 20 കിലോമീറ്റർ മൈലേജ്. അതെ അതെ. ഓക്കെ, വണ്ടിമേ വേറെ കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഫുൾ ഓൺലൈൻ നമുക്ക് കൊടുക്കാം. 6 ലക്ഷം റുപ്യ വാഹനത്തിന് നമ്മൾ ചോദിക്കണം. 6 ലക്ഷം റുപ്യ ലോൺ ആയിട്ട് ഇട്ട് കൊടുക്കാം. 1 രൂപ 6 രൂപയാണ് ചോദിക്കുന്നത്. അതും 2017 രജിസ്റ്റേർഡ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. ഓക്കെ, ആവശ്യക്കാർ വന്നോട്ടെ. ഒരു 25 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുമല്ലോ? അതെ അതെ, 25 CNG വണ്ടിയാണ്. സെലേറിയോ 2018 വാഹനമാണ്. ഇത് കമ്പനി ഓപ്ഷനിൽ വന്നതാണ്. പിന്നെ പ്രൈവറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനം. CNG കമ്പനി കമ്പനിന്ന് കയറ്റിയ CNG കമ്പനിന്ന് ചെയ്തതാണ്. അതെ അതെ. ഓക്കെ, മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും നിലവിൽ വാഹനത്തിനില്ല. ഒന്നുമില്ല. ഓട്ടോമാറ്റിക്കാ? ഇത് മാനുവൽ ആണ്. മാനുവൽ അത്യാവശ്യം 25 കിലോമീറ്റർ മൈലേജ് കറക്റ്റ് ആയിട്ട് കിട്ടും. CNG കിട്ടും. CNG വിത്ത് നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വാഹനം. അതെ, ഇന്റീരിയർ ഭാഗമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ്. സെലേറിയന്റെ ഇന്റീരിയർ ഭാഗം ഇത്ര നീറ്റ് ഉണ്ടാവില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. വളരെ നീറ്റിലാണ് വാഹനം. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് 3,40,000 റുപ്യക്ക് 3,40,000 കൊടുക്കുക. മാക്സിമം ലോൺ ഒക്കെ എത്ര കിട്ടും? മാക്സിമം ലോൺ നമുക്ക് ഒരു 2.5 വരെയൊക്കെ ലോൺ അവൈലബിൾ ആണല്ലേ? ആവശ്യക്കാർ വന്നു. ഇവിടെ നമുക്ക് ഇയോൺ കാണിച്ചാലോ? ഇത് നമുക്ക് 2018 തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. 2018 ആണ് ഈ വാഹനം. നമുക്ക് റൺ ചെയ്തിരിക്കുന്നത് 40,000 കിലോമീറ്ററിനുള്ളിലാണ് റൺ ചെയ്തത്. ഓട്ടം കുറവുണ്ട്. മെയിൻ ക്ലാസ്സിന് ചെറിയ ട്രാക്ക് ഉണ്ട്. മെയിൻ ക്ലാസ് മാറ്റിയതാണ് നമ്മള്. വേറെ പ്രശ്നമില്ല. അത് നമ്മള് വാഹനം എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഒരു 2,20,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. മാക്സിമം ലോൺ തന്നെ കിട്ടും. ഒരു 10-20,000 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് അവർക്ക്. 18 മോഡൽ 18 വണ്ടി ആകെ. പിന്നെ ഓട്ടം എത്ര? ആകെ നമുക്ക് ഓടിക്കുന്നത് 40,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2,20,000 അല്ലേ ചോദിച്ചത്? അതെ, 2,20,000. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. 20,000 റുപ്യ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് അവർക്ക് നല്ല വിലപ്പാകും. ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾക്ക് 20,000 റുപ്യ ഡൗൺ പേയ്മെന്റ് വാഹനം കൊണ്ട്. ഓക്കെ, ടയർ ഭാഗം കാര്യങ്ങളും എല്ലാം വളരെ വണ്ടി വേറെ പ്രശ്നങ്ങൾ മെക്കാനിക്കൽ കാര്യങ്ങൾ നിലവിൽ ഓക്കെ. ഒരു പെട്ടി പീസ് എന്ന് പറയാല ഒരു മാരുതി കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത്? എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞു. 1988 മോഡൽ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള പക്ക സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഈ വാഹനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് വളരെ നീറ്റിലാണ്. ആ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇഞ്ചർ റൂമും കാര്യങ്ങളൊക്കെ ഒരു പുതിയ വാഹനം ഇപ്പൊ ഇറക്കിയാൽ ഇങ്ങനെ അതുപോലുള്ള AC കാര്യങ്ങള് എല്ലാം ഫുൾ എങ്ങനെ പറയാ അത്രയും രീതി. ഈ ഡോർ ഉണ്ടല്ലോ ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ. എന്തോ ഈ പുല്ലുമുട്ടായൊക്കെ ആ ഒരു സ്മൂത്ത് ആണ് ഈ ഡോറൊക്കെ തുറക്കുന്ന. അതുപോലെ തന്നെ ഇത് എഞ്ചിൻ റൂം
കാരണം ഒരു 4 വണ്ടി എടുക്കേണ്ട പൈസ ഇതിന് ചോദിക്കോട്ടോ, അത് വേറെ വിഷയം. എഞ്ചിൻ റൂമിൽ വണ്ടിയുടെ ഫീലാണ് അതിനുള്ളിൽ. പ്രശ്നമില്ല. പുതിയ വണ്ടി ഇറങ്ങിയതിന്റെ എഞ്ചിന്റെ കറ പോലും പോയിട്ടില്ല. അത്രയും ക്വാളിറ്റിയിലാണ് വാഹനം നിലനിൽക്കുന്നത്. ഈ വാഹനം 86,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള. 86,000 കിലോമീറ്റർ. സർവീസ് ഹിസ്റ്ററി, കാര്യങ്ങള്, ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഇതിന്റെ ലൈറ്റ് വരെ കത്തുന്നോളി. ഓക്കെ. പ്രത്യേകം കാണിക്കുന്ന എന്താ വെച്ചാല് ഇതിന്റെ വില കേൾക്കുമ്പോ അതുകൊണ്ട് നമ്മളിത് പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇതിനോട് ക്രേസി ഉള്ള ആള് മാത്രം നോക്കിയാൽ മതി. ബ്രോ ഇത് എത്രയാണ് ആസ്കിംഗ് പ്രൈസ് എന്ന് ചോദിച്ചാൽ ഇത് 2.5 ലക്ഷം രൂപയിൽ 1 രൂപ കുറച്ച് അവർ കൊടുക്കൂല എന്ന് പറഞ്ഞ കസ്റ്റമർ വണ്ടിയാണ്. ഇത് നമ്മളെ വണ്ടിയല്ല. അപ്പൊ ജസ്റ്റ് നമ്മളൊന്ന് പരിചയപ്പെടുത്തിയതുള്ളൂ. അതെ. A to Z പിന്ന് ടു പിന്ന് വണ്ടിയാണ്. പക്ക ക്വാളിറ്റിയാണ് വാഹനം. ഓക്കെ. അപ്പൊ ആരെങ്കിലും ആവശ്യക്കാരനെ വിളിച്ചോട്ടെ. AC കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. 7 സീറ്റ് വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും മഹീന്ദ്രന്റെ XUV 500. അതെ. എങ്ങനെയാണ് ബ്രോ ഇത്? 2015 വാഹനമാണ്. ഒറിജിനൽ കേരളയാണ്. റീപ്ലേസോ കാര്യങ്ങളോ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ് അലേവിയില് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണല്. ഓക്കെ. നല്ല ടയർ ഭാഗം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വളരെ നീറ്റിലാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നീറ്റ് വണ്ടി. എത്ര മോഡൽ? 2015 വണ്ടി മോഡൽ ഉണ്ട്. 82,425 കിലോമീറ്റർ ആണ് റൺ ചെയ്തിരിക്കുന്നത്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. റീപ്ലേസ്മെന്റ് ഒന്നും വാഹനത്തിനില്ല. തുരുമ്പോ അപാകതകളോ ഒന്നുമില്ല. നീറ്റിലാണ് വാഹനം നിൽക്കുന്നത്. ഓക്കെ. ഈ തുരുമ്പ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമില്ല. അത് നമ്മുടെ വാഹനത്തിൽ ഒന്നും നിലവിലില്ല. അല്ല, മഹീന്ദ്രന്റെ വണ്ടിയിൽ തുരുമ്പുണ്ടാവുന്നതാണ്. പക്ഷെ നമ്മുടെ വാഹനത്തിന് തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. ഒരു പേടിയും പേടിക്കണ്ട. ഓക്കെ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്തെടുത്താൽ മതി. അടിയിൽ കേടുന്നത് നോക്കാം. എല്ലാം ചെക്ക് ചെയ്തിട്ടെടുക്കാം. എത്ര ആസ്ക് ചെയ്യുന്നത് ബ്രോ? ഇത് നമ്മൾ 6.5 ലക്ഷം രൂപയാണ്. 6.5 ചോദിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടാവും. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചു. കരിമ്പുലി അല്ല? അതെ. 2009 പിന്നെ ന്യൂ പേപ്പർ എടുത്ത വാഹനമാണ്. 29 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം നിലവിലുണ്ട്. നിലവിൽ പാച്ച് വർക്കോ ഡെന്റിങ്ങോ ഒരു ഇഞ്ചിന് ലീക്കോ കാര്യങ്ങളോ ഒന്നും നിലവിൽ വാഹനമില്ല. വളരെ ക്ലിയറിലാണ് വാഹനം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല പെട്ടി പീസ് വാഹനം. ഒരു തുരുമ്പ് ഉണ്ടെങ്കിൽ അവർ എടുക്കണ്ട. തുരുമ്പോ ഒരു വർക്കും നിലവിലില്ല. ഇഞ്ചിനൊന്നും ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ക്ലിയർ ഏറ്റവും ടോപ്പ് ഇഞ്ചിനാണ് വാഹനത്തിൽ നിൽക്കുന്നത്. വളരെ നല്ല വാഹനമാണിത്. അതെ. ഇത്രയും നല്ലത് വണ്ടി റയർ ആയിട്ട് കിട്ടുള്ളൂ. അതെ. ഓക്കെ. എത്ര ഇത് നമുക്ക് 3 ലക്ഷം രൂപ ആയിട്ട് നമുക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപ നമുക്ക് ഇതിന് മുടക്ക് വന്നിട്ട് 3 ലക്ഷം രൂപ കൊടുക്കാം. 3 ലക്ഷം രൂപ. റയർ പീസ് 2003 അത് സ്റ്റോക്ക് നിൽക്കണ എങ്ങനെയാണോ അതേ കണ്ടീഷനിലാണ് വാഹനം നിൽക്കുന്നത്. എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല. എയർ ബാഗ്, റിവേഴ്സ് സെൻസർ, അങ്ങനെയുള്ള എല്ലാ ഫ്യൂച്ചേഴ്സ് ഉള്ള വാഹനമാണ്. ടൊയോറ്റന്റെ കൊറോള. ഓക്കെ. എഞ്ചിൻ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ക ക്വാളിറ്റിയിലാണ് വാഹനം. നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. ഡീസൽ മാനുവൽ ഓട്ടോമാറ്റിക്? ഡീസൽ അല്ലത് പെട്രോൾ ആണ് വരുന്നത്. 2003 J ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. മാനുവല്. ഓക്കെ. ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല വളരെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ്. കൊണ്ടു നടക്കാൻ പറ്റുമോ? 1,69,000 കിലോമീറ്റർ ആണ് വാഹനം റൺ ചെയ്തിരിക്കുന്നത്. ജെനു കിലോമീറ്റർ ആണ്. പക്ക മെക്കാനിക്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. എല്ലാം ഫിറ്റ്. ഒരു വർക്കും പെൻഡിങ് നിലവിൽ ഒന്നും ചെയ്യാനില്ല. എത്ര കൊടുക്കാം? ഈ വാഹനം നമുക്ക് 1,60,000 രൂപക്ക് കൊടുക്കാം. 29 വരെ ഫിക്സ്. പേപ്പറും ഒറിജിനൽ കേരള വാഹനം. നമ്പർ മാറി ഒന്നുമില്ല. ഓക്കെ. ഇൻഷുറൻസ് പേപ്പർ ഒക്കെ ക്ലിയർ ആണ്. 29 വരെ ലൈഫ് ആവശ്യക്കാർ. ഇവിടെ നമുക്കൊരു സണ്ണി ചായ കാണിച്ചു കൊടുക്കാം. നിസാന്റെ സണ്ണി ഡീസലാ പെട്രോളാ? ഡീസൽ. 2013 XL സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം. 1 ലക്ഷത്തി കേരള വണ്ടി. ഒറിജിനൽ കേരള 1,16,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഓക്കെ. അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷനാ? J ഓപ്ഷൻ, XL ഓപ്ഷൻ. ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിലില്ല. അലേവിയില് കാര്യങ്ങൾ, ടയർ 80% ടയർ ഭാഗങ്ങൾ നിലവിലൊരു പിന്നെ വർക്കോ കാര്യങ്ങളോ ഒന്നും പെൻഡിങ് ഇല്ല. ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ ഇന്റീരിയലും ഒക്കെ കിടക്കുന്ന സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2,80,000 രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാം. 2,80,000 ഇത് കൊടുക്കാം. അതും എത്ര മോഡലായിരുന്നു? 2013 സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള വാഹനം. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ. AC കാര്യം, മെക്കാനിക്കൽ. ഇവിടെ ഒരു ഫോർഡിന്റെ ഒരു
ഫിയസ്റ്റ അല്ല? ഫിയസ്റ്റ ഡീസൽ ബ്രോ? ഡീസൽ 2010 20 കിലോമീറ്റർ മൈലേജും കാര്യങ്ങളും കിട്ടും. നിലവിൽ വർക്കും കാര്യങ്ങളും ഒന്നും പെൻഡിങ് ഇല്ല. AC കാര്യങ്ങൾ എല്ലാം വർക്കിംഗ് ആണ്. ടയർ ഭാഗങ്ങൾ ഒക്കെ ഒരു ആവറേജ് ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. മെയിൻ ഗ്ലാസിന് ക്രാക്ക് ഉണ്ട്, മാറ്റിയിട്ടില്ല. ഒറിജിനൽ മെയിൻ ഗ്ലാസ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലെ വാഹനമാണ്. പക്ക സ്റ്റോക്കിലാണ് വാഹനം നിലനിൽക്കുന്നത്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഈ വാഹനം നമുക്കൊരു 1,50,000 രൂപക്ക് കൊടുക്കാം. അത് സിവിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ 80,000 രൂപ ലോണും അവൈലബിൾ ആണ്. ഓക്കെ. ഇവിടെ ഒരു ഫിയറ്റിന്റെ പൂണ്ടോ? ചെറിയ പൈസ കൊടുക്കാം. എങ്ങനെയായിരുന്നു ഇത്? ഡീസൽ വാഹനം. ഫസ്റ്റ് സർവീസ്, ഓയിൽ, ഫിൽറ്റർ കാര്യങ്ങള്, മെക്കാനിക്കൽ എല്ലാ വർക്കും കഴിഞ്ഞ് സർവീസ് എടുത്തു വെച്ചിരിക്കുന്ന വാഹനമാണ്. അലോയ്സ് കാര്യങ്ങള് 14 ഇഞ്ചിന്റെ അലോയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ വർക്കോ കാര്യങ്ങളോ പെൻഡിങ് ഇല്ല. 2030 വരെ പേപ്പേഴ്സ് കാര്യങ്ങൾ ഫിറ്റ്നസ് ആണ്. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. AC കാര്യങ്ങൾ A to Z ക്ലിയർ വണ്ടിയാണ്. പെയിന്റിങ് ന്യൂ പെയിന്റിംഗ് ആണ്. അഡീഷണൽ വർക്കോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമുക്ക് ഒരു 1.5 ലക്ഷം റുപ്യ നമുക്ക് കൊടുക്കാം. 1.5 രൂപ കൊടുക്കാം. അതെ. ഓക്കെ. 1,10,000 കിലോമീറ്റർ വാഹനം റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. നല്ല കറുത്ത മുന്തിരി പോലത്തെ ഒരു വണ്ടി അല്ലേ? അതെ. എങ്ങനെയാണ് ബ്രോ ഇത്? ഫിയറ്റിന്റെ പൂണ്ടോ? ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ വണ്ടി. അലോയ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് എന്ത് ബ്ലാക്കിൽ മുക്കീനല്ലേ? ഫുൾ ബ്ലാക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താണ്. വൈറ്റ് വാഹനമായിരുന്നു. ഫുള്ള് ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്താണ്. എക്സ്ട്രാ അലോയിൽ 15 ഇഞ്ച് ഉണ്ട്. 2012 മോഡൽ 85,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിരിക്കുന്നത്. ഡീസൽ വണ്ടി 27 വരെ പേപ്പേഴ്സും കാര്യങ്ങളുണ്ട്. ഈ 2 വാഹനം പൂണ്ടുവെക്കും നമുക്ക് എയർ ബാഗ് കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനങ്ങളാണ്. ഓക്കെ. ഇത് രണ്ടും നമ്മൾ ചോദിക്കുന്ന വില 1.5 ലക്ഷം റുപ്യ ഒരേ പ്രൈസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ നമ്മൾ നെഗോഷ്യബിൾ ആണ്. 1.5 രൂപ കൊടുക്കാം. എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. കസ്റ്റമർ അല്ല, ഇതിന്റെ ഒക്കെ ആളുകൾ ഉണ്ടാവും. അതെ. ജനപ്രിയ വണ്ടി ഒരു വാഗനർ കാണിച്ചു കൊടുക്കാം ബ്രോ. എങ്ങനെയായിരുന്നു ഇത്? 2018 VXI പെട്രോള് സിംഗിൾ ഓണർഷിപ്പില് മാനുവലി 78,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഓക്കെ. 18 VXI അല്ല? 18 VXI. എങ്ങനെയാ ഇത്? കണ്ടീഷൻ കാര്യങ്ങളൊക്കെ A to Z ക്ലിയർ ആണ് വാഹനം. ഓയിൽ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന വാഹനമാണ്. 10,000 കിലോമീറ്റർ ഓടാനുള്ള എല്ലാ വർക്കും സർവീസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വാഹനമാണ്. നല്ല കുതിരത്തിന് വേണ്ടി ഇന്റീരിയർ ഭാഗത്തൊക്കെ നല്ല വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. റീപ്ലേസും കാര്യങ്ങളൊന്നും നിലവിലില്ല. എത്രക്ക് കൊടുക്കാം ബ്രോ ഇത്? ഇത് നമുക്കൊരു 3,90,000 റുപ്യക്ക് ഓഫർ പ്രൈസിൽ കൊടുക്കാം. 390 കൊടുക്കാം. ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസ്. 2018 VXI ഒരു ജനപ്രിയ വണ്ടി വാഗനർ. 2017 സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനമാണ്. ഈ വാഹനം റൺ ചെയ്തിരിക്കുന്നത് 83,000 കിലോമീറ്റർ ആണ്. ഈ വാഹനം വരുന്നത് LXI ആണ്. VXI ആണ്. ഓക്കെ. ഇത് LXI. അതെ. ഓക്കെ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ നിലവിലില്ല. റീപ്ലേസ് മെയിൻ ക്ലാസ്സിന് ഉണ്ട്. വേറെ മാർക്കുകളും മൈനർ ആയിട്ടുള്ളൂ. മേജർ ആയിട്ട് അപ്രോണോ കാര്യങ്ങളോ ഒന്നും വർക്ക് എടുത്തിട്ടില്ല. വളരെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വാഹനം നിൽക്കുന്നത്. ഇത് നമുക്ക് എന്ത് 83,000 കിലോമീറ്റർ വാഹനം റൺ ചെയ്തിരിക്കുന്നത്. ഓട്ടം കുറവില്ല വാഹനങ്ങളാണ്. ഇതൊക്കെ പക്ക ഹിസ്റ്ററി ഉള്ള വാഹനങ്ങളാണ്. 2 വാഹനങ്ങളും ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. നമുക്ക് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനമാണ്. എത്ര ചെയ്യാൻ പറ്റും ബ്രോ? നമുക്ക് ഒരു 3,60,000 റുപ്യ കൊടുക്കാം. 3,60,000 കൊടുക്കാം. അതും 2017 വാഹനമാണ്. ഇവിടെ ഒരു ഹ്യൂണ്ടായിന്റെ ഇയോൺ കാണിച്ചു കൊടുക്കാം. അതെ. ഇത് എങ്ങനെ ഓഫർ പ്രൈസിന് കൊടുക്കല? ഇവിടെ നിങ്ങൾ വന്നതിന് ശേഷം എല്ലാം ഓഫർ പ്രൈസ് ആക്കിയേക്കാം. എല്ലാം ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. എല്ലാം കുറച്ചിട്ട് വീഡിയോ ആണ് നമ്മളത്. നമ്മൾ ഇത് ചെയ്യണത്. അതിന്റെ രീതിയിൽ നമ്മളെല്ലാം ഓഫർ പ്രൈസിലാണ്. ഓക്കെ. എത്ര മോഡലായിരുന്നു ഇത്? 2012 എക്സ്ട്രാ അലേവിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 1,42,000 കിലോമീറ്റർ വാഹനം റൺ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ക്ലിയർലി. ഇത് നമുക്ക് ഓഫർ പ്രൈസിൽ 1,30,000 രൂപക്ക് നമുക്ക് കൊടുക്കാം. 1,30,000 എക്സ്ട്രാ അലേവിയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് തന്നെ കിട്ടും നമുക്ക് എക്സ്ട്രാ ഒരു 10,000 റുപ്യ. ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ നമുക്ക് നെഗോഷ്യബിൾ ആണ്. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സീറ്റിന് ചെറിയ സീറ്റ് ഭാഗങ്ങൾ ചെറിയ വേറെ മേജർ ആയിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ നമുക്ക് ഒരു ആൾട്ടോ 800 കാണിച്ചു കൊടുക്കല. ഇത് 2016 LXI ആണ്. ഈ മെയിൻ ഗ്ലാസ് ചെറിയ ക്രാക്ക് ഉണ്ട്. ഇത് ഒറിജിനൽ ഗ്ലാസ് ആണ്. നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടില്ല. കസ്റ്റമർ വന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഒന്നെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള പൈസ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് 75,000 കിലോമീറ്റർ റൺ ചെയ്തിരിക്കുന്നത്. 3rd ഓണർഷിപ്പുള്ള വാഹനമാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് 16 മോഡലാണ്. 16 തന്നെ വാഹനം. അതില് മാനുഫാക്ചർ തന്നെയാണ്. വേറെ ഭാഗത്തോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. ഇന്റീരിയർ ഭാഗത്ത് വളരെ നീറ്റ് ആൻഡ് ക്വാളിറ്റി AC കാര്യങ്ങൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട്. നിലവിൽ മെക്കാനിക്കൽ കാര്യങ്ങൾ വർക്കോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല. ഫുൾ കണ്ടീഷനിലാണ് വാഹനം നിൽക്കുന്നത്. എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആണ്. 2,35,000 റുപ്യക്ക് നമുക്ക് കൊടുക്കാം. 2,35,000 കൊടുക്കാം. അതിൽ നമ്മൾ ഗ്ലാസിന്റെ പൈസ അഡീഷണൽ കുറക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ചാർജ് നമുക്ക് കൊടുക്കാം. ഇവിടെ നല്ലൊരു പെട്ടി പീസ്
സ്വിഫ്റ്റ് കാറാണ്. അതെ, 2014 മോഡല് വീഡിയോ ആണ്. 1,17,000 ഇഞ്ച് അലവിയിലാണ് വലിയ അലോയ്സ് ആണ്. 15 ഇഞ്ച് അലവിയിലാണ്. ഓക്കെ. റീപ്ലേസ് തരാൻ ഒരു ഡോർ മാത്രമേ ഉള്ളൂ. മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും റീപ്ലേസ് ഡോർ ഉണ്ട്, ബാക്ക് ഡോർ മാത്രമുണ്ട്. വേറെ നിലവില് ആക്സിഡന്റോ വേറെ ക്ലെയിമോ വേറെ ഒന്നുമില്ല. പക്ക ക്വാളിറ്റിയിലാണ് വാഹനം. ഓട്ടോ എത്ര ഉണ്ട് ബ്രോ? 1,22,000 കിലോമീറ്റർ റൺ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. ഓക്കെ. ഇത് എത്രക്ക് ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്കൊരു ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 30,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്കിത് ലോൺ അവൈലബിൾ. ഫുൾ ലോൺ മാക്സിമം ലോൺ ചെയ്യാം. 3,80,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 380 ആസ്കുണ്ട്. 15 അലവിയില് ലെതർ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല അഡീഷണൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ അത്യാവശ്യം വണ്ടിയാണ്. അതായത് സൈസ് കൂടുതലുള്ള അലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. 40,000 രൂപ വില. 2015 വണ്ടി അല്ല, 14 വണ്ടി. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇവിടെ നമുക്ക് ഒരു 2012 GD ഇത്യോസ് അല്ല, 1,00,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിരിക്കുന്നത്. തേർഡ് ഓണർഷിപ്പുള്ള വാഹനമാണ്. ഓക്കെ. മെയിൻ ക്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് കാര്യങ്ങളോ അപാകതകളോ ഒന്നും നിലവിൽ ഡീസലിൽ 20 കിലോമീറ്റർ പക്ക മൈലേജ് കിട്ടുന്ന വാഹനമാണ്. അതെ. ഈ ടാക്സിക്കാരൊക്കെ കൂടുതൽ യൂസ് ആക്കുന്ന വാഹനമാണ്. മെയിൻ്റെനൻസ് ഒക്കെ വളരെ കമ്മി. അതെ. ഇത് എത്ര ചെയ്യാൻ പറ്റും? ക്വാളിറ്റിയിലാണ് വാഹനം നിൽക്കുന്നത്. എത്രക്ക് ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 3.4 ലാസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് ലോൺ കിട്ടൂലേ? ലോണ് കാര്യങ്ങളും എല്ലാം ലോൺ മാക്സിമം ചെയ്ത് ആൻഡ്രോയിഡ് ഒക്കെ ഉണ്ടല്ലോ ഇതിൽ, എല്ലാ ഫീച്ചേഴ്സും. ഓക്കെ. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഗുമ്മുള്ള വണ്ടിയല്ല. അതെ. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ വീണ്ടും നമുക്ക് ഒരു ഇത് കാണിച്ചു കൊടുക്കില്ലേ? 2016 തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പുള്ള വാഹനമാണ്. കേരള വണ്ടിയാ? കേരള അല്ല, അതർ സ്റ്റേറ്റ് ആണ്. നമ്പർ ആക്കിയിട്ട് കൊടുക്കണതാണ്. ഓക്കെ. ഈ വാഹനം നമുക്ക് 2016 വണ്ടി. 50,000 കിലോമീറ്ററിന്റെ റൺ ചെയ്തിരിക്കുന്നത്. 53,000 ഒക്കെയാണ് റൺ ചെയ്തിരിക്കുന്നത്. കിലോമീറ്റർ വളരെ കുറവാണ്. ലെതർ സീറ്റ് ജെനുവിൻ ആയിരിക്കോ എന്നതിൽ അറിയില്ല. നമുക്ക് വന്നപ്പോഴതാണ്, നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. അത് ആവശ്യക്കാർ വന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം. നമുക്ക് ഇന്റീരിയർ ഭാഗത്ത് നല്ല ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ഭാഗമാണ്. അതെ. ഇത് എത്ര ചെയ്യാൻ പറ്റും ബ്രോ? ഇത് നമുക്കൊരു 4,00,000 രൂപയ്ക്ക് നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. 4.5 കൊടുക്കാം. നമ്പർ ആക്കി 16 വണ്ടി അല്ല? 16 വണ്ടി. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ.